മലയാളം ടെലിവിഷൻ വ്യൂവേഴ്സ് അസോസിയേഷന്റെ 10ാമത് ദിൻഷാസ് ദൃശ്യ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച ടെലിവിഷൻ ചർച്ചാ പരിപാടിക്കുള്ള അവാർഡ് കൈരളി ടിവി എംഡി ജോൺ ബ്രിട്ടാസിന് ലഭിച്ചു. ക്രോസ് ഫയർ എന്ന പരിപാടിക്കാണ് അവാർഡ് ലഭിച്ചത്. മികച്ച ടെലിവിഷൻ പരമ്പരയ്ക്കുള്ള അവാർഡ് കൈരളി ടിവി സംപ്രേഷണം ചെയ്ത മന്ദാരത്തിനും മികച്ച നടനുള്ള അവാർഡ് മന്ദാരത്തിലെ അഭിനയത്തിന് കെ ബി ഗണേഷ് കുമാറിനും ലഭിച്ചു. മികച്ച വാർത്താ അവതാരകനുള്ള അവാർഡ് ഇന്ത്യ വിഷനിലെ ഭഗത് ചന്ദ്രശേഖരനാണ്. മികച്ച അന്വേഷണ വാർത്താ റിപ്പോർട്ടിനുള്ള അവാർഡ് സൂര്യ ടിവിയിലെ അനിൽ നമ്പ്യാർക്കും മികച്ച വ്യക്തിയാധിഷ്ഠിത വാർത്താ റിപ്പോർട്ടിംഗിന് ടിവിയിലെ ലേബി സജീന്ദ്രനും വാർത്താ റിപ്പോർട്ടിംഗിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം അമൃത ടിവിയിലെ CN പ്രകാശിനും ലഭിച്ചു. MTVA പ്രസിഡന്റ് റോയ് മണപ്പള്ളി, അവാർഡ് കമ്മിറ്റി അംഗങ്ങളായ ക്യാപ്റ്റൻ രാജു, ടോണി, RK ദാമോദരൻ തുടങ്ങിയവർ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിലാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. മികച്ച ടെലിവിഷൻ ചർച്ചാ പരിപാടിക്കുള്ള അവാർഡ് കൈരളി ടിവി MD ജോൺ ബ്രിട്ടാസിന് ലഭിച്ചു. ക്രോസ് ഫയർ എന്ന പരിപാടിക്കാണ് അവാർഡ് ലഭിച്ചത്. മികച്ച ടെലിവിഷൻ പരമ്പരയ്ക്കുള്ള അവാർഡ് കൈരളി ടിവി സംപ്രേഷണം ചെയ്ത മന്ദാരത്തിനും മികച്ച നടനുള്ള അവാർഡ് മന്ദാരത്തിലെ അഭിനയത്തിന് KB ഗണേഷ് കുമാറിനും ലഭിച്ചു. മികച്ച വാർത്താ അവതാരകനുള്ള അവാർഡ് ഇന്ത്യ വിഷനിലെ ഭഗത് ചന്ദ്രശേഖരനാണ്. മികച്ച അന്വേഷണ വാർത്താ റിപ്പോർട്ടിനുള്ള അവാർഡ് സൂര്യ ടിവിയിലെ അനിൽ നമ്പ്യാർക്കും മികച്ച വ്യക്തിയാധിഷ്ഠിത വാർത്താ റിപ്പോർട്ടിംഗിന് ടിവിയിലെ ലേബി സജീന്ദ്രനും വാർത്താ റിപ്പോർട്ടിംഗിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം അമൃത ടിവിയിലെ CN പ്രകാശിനും ലഭിച്ചു. MTVA പ്രസിഡന്റ് കോയി മണപ്പള്ളി, അവാർഡ് കമ്മിറ്റി അംഗങ്ങളായ ക്യാപ്റ്റൻ രാജു, ടോണി, RK ദാമോദരൻ തുടങ്ങിയവർ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിലാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. പാടുമുള്ള യുദ്ധരോഗിയായി കഴിയുന്ന നന്ദകുമാറിനെ കുറിച്ചുള്ള റിപ്പോർട്ടിംഗിനാണ് അവാർഡ്. ഈ മാസം 15-ന് പുരസ്കാര വിതരണം. ഇന്ന് കൊച്ചി പ്രസ് ക്ലബ്ബിൽ മലയാളം വ്യൂവേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളാണ് അവാർഡ് വിവരം. അസോസിയേഷന്റെ ദൃശ്യ അവാർഡുകൾ പ്രഖ്യാപിച്ചു. സൂര്യ ടിവിക്ക് 3 അവാർഡുകൾ ലഭിച്ചു. മികച്ച അന്വേഷണ വാർത്താ റിപ്പോർട്ടിംഗിനുള്ള അവാർഡ് സൂര്യ ടിവി തിരുവനന്തപുരം ബ്യൂറോ ചീഫ് അനിൽ നമ്പ്യാർക്ക് ലഭിച്ചു. സൂര്യ ടിവി സംപ്രേഷണം ചെയ്യുന്ന കാണാക്കിനാവ് എന്ന സീരിയലിലെ അഭിനയത്തിന് പൂർണിമ ആനന്ദിന് മികച്ച സ്വഭാവ നടിക്കും, പ്രയാണം എന്ന സീരിയലിലെ ഗാനം ആലപിച്ചതിന് വേണുഗോപാലിന് മികച്ച ഗായകനുള്ള അവാർഡ് ലഭിച്ചു. മാധ്യമശ്രേഷ്ഠ പുരസ്കാരം ബാലചന്ദ്ര മേനോന് ലഭിക്കും. MTVA പ്രസിഡന്റ് റോയ് മണപ്പള്ളിയിൽ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിലാണ് അവാർഡ് വിവരം പ്രഖ്യാപിച്ചത്. മികച്ച ടെലിഫിലിം സംവിധായകനുള്ള അവാർഡ് സോഹൻലാലിനാണ്. അമൃത ടിവിയിലെ നീർമാതളത്തിന്റെ പൂക്കളുടെ സംവിധാനത്തിനാണ് അവാർഡ്. മികച്ച ഗായിക ജോത്സ്ന. അമൃത ടിവിയിലെ ചിത്രശലഭം എന്ന പരമ്പരയിലെ ഗാനത്തിനാണ് അവാർഡ്. വാർത്താ റിപ്പോർട്ടിംഗിനുള്ള പ്രത്യേക ജൂറി പരാമർശത്തിന് അമൃത ടിവിയിലെ CN പ്രകാശ് അർഹനായി. മികച്ച ഗായിക അമൃത ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന ചിത്രശലഭം എന്ന പരമ്പരയുടെ ശീർഷക ഗാനം ആലപിച്ച റിപ്പോർട്ടിംഗിനുള്ള 10ാമത് ദൃശ്യ അവാർഡ് മനോരമ ന്യൂസ് റിപ്പോർട്ടർ ലേബി സജീന്ദ്രന്. വാർത്താധിഷ്ഠിത പരിപാടിയായ ടോപ്പ് റിപ്പോർട്ടറിൽ സംപ്രേഷണം ചെയ്ത പോലീസ് ആള് മാറി മർദ്ദിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 22 വർഷമായി മാനസിക രോഗിയായി കഴിയുന്ന നന്ദകുമാറിനെ കുറിച്ചുള്ള റിപ്പോർട്ടിംഗിനാണ് അവാർഡ്. ഈ മാസം 15-നാണ് പുരസ്കാര വിതരണം. മലയാളം വ്യൂവേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളാണ് അവാർഡ് വിവരം പ്രഖ്യാപിച്ചത്. ഏഷ്യാനെറ്റിന് 6 അവാർഡുകളുണ്ട്. മികച്ച ഹാസ്യപരിപാടി സിനിമാല, സംവിധാനം ഡയാന സിൽവസ്റ്റർ. മികച്ച ഹാസ്യപരിപാടി അവതാരകൻ രമേഷ് പിഷാരടി, ബ്ലഫ് മാസ്റ്റേഴ്സ്. മികച്ച നടി വനിതാ കൃഷ്ണചന്ദ്രൻ, അമ്മ മനസ്സ്. മികച്ച സ്വഭാവ നടൻ പ്രസന്നൻ, സമദൂരം. മികച്ച ബാലനടൻ മാസ്റ്റർ പരമേശ്വർ, ഉണ്ണിയാർച്ച. മികച്ച തത്സമയ പരിപാടി അവതാരക ഷെറിൻ മേരി സാം, FTQ. 10ാമത് ദിൻഷ്യാസ് ദൃശ്യ അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഏഷ്യാനെറ്റിന് 6 അവാർഡുകളുണ്ട്. മികച്ച ഹാസ്യ പരിപാടി സിനിമാല, സംവിധാനം ഡയാന സിൽവസ്റ്റർ. മികച്ച ഹാസ്യ പരിപാടി അവതാരകൻ രമേഷ് പിഷാരടി, ബ്ലഫ് മാസ്റ്റേഴ്സ്. മികച്ച നടി വനിതാ കൃഷ്ണചന്ദ്രൻ, അമ്മ മനസ്സ്. മികച്ച സ്വഭാവ നടൻ പ്രസന്നൻ, സമദൂരം. മികച്ച ബാലനടൻ മാസ്റ്റർ പരമേശ്വർ, ഉണ്ണിയാർച്ച. മികച്ച തത്സമയ പരിപാടി അവതാരക ഷെറിൻ മേരി സാം, FTQ. ജൂലൈ 15-ന് എറണാകുളം ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. MTVA ഭാരവാഹികൾ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിലാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത്. പ്രസിഡന്റ് റോയ് മണപ്പിൽ, കമ്മിറ്റി അംഗങ്ങളായ ക്യാപ്റ്റൻ രാജു, ടോണി തുടങ്ങിയവർ പങ്കെടുത്തു. ഏഷ്യാനെറ്റിന് 6 അവാർഡുകളുണ്ട്. മികച്ച ഹാസ്യ പരിപാടി സിനിമാല, സംവിധാനം ഡയാന സിൽവസ്റ്റർ. മികച്ച ഹാസ്യ പരിപാടി അവതാരകൻ രമേഷ് പിഷാരടി, ബ്ലഫ് മാസ്റ്റേഴ്സ്. മികച്ച നടി വനിതാ കൃഷ്ണചന്ദ്രൻ, അമ്മ മനസ്സ്. മികച്ച സ്വഭാവ നടൻ പ്രസന്നൻ, സമദൂരം. മികച്ച ബാലനടൻ മാസ്റ്റർ പരമേശ്വർ, ഉണ്ണിയാർച്ച. മികച്ച തത്സമയ പരിപാടി അവതാരക ഷെറിൻ മേരി സാം, FTQ. ജൂലൈ 15-ന് എറണാകുളം ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. MTVA ഭാരവാഹികൾ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിലാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത്. പ്രസിഡന്റ് റോയ് മണപ്പിൽ, കമ്മിറ്റി അംഗങ്ങളായ ക്യാപ്റ്റൻ രാജു, ടോണി തുടങ്ങിയവർ പങ്കെടുത്തു. ടെലിവിഷൻ വ്യൂവേഴ്സ് അസോസിയേഷന്റെ 10ാമത് ദൃശ്യ അവാർഡുകൾ പ്രഖ്യാപിച്ചു. ടെലിവിഷൻ മേഖലയിലെ മികച്ച പ്രകടനങ്ങൾക്കുള്ളതാണ് അവാർഡ്. അമൃത ടിവിക്ക് 2 അവാർഡും ഒരു പ്രത്യേക ജൂറി പരാമർശവും ലഭിച്ചു. മികച്ച ടെലിഫിലിം സംവിധായകനുള്ള അവാർഡ് സോഹൻലാലിനാണ്. അമൃത ടിവിയിലെ നീർമാതളത്തിന്റെ പൂക്കളുടെ സംവിധാനത്തിനാണ് അവാർഡ്. മികച്ച ഗായിക ജോത്സ്ന.
അമൃത ടിവിയിലെ ചിത്രശലഭം എന്ന പരമ്പരയിലെ ഗാനത്തിനാണ് അവാർഡ്. വാർത്താ റിപ്പോർട്ടിങ്ങിനുള്ള പ്രത്യേക ജൂറി പരാമർശത്തിന് അമൃത ടിവിയിലെ CN പ്രകാശ് അർഹനായി. 2007 ദൃശ്യ ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച ഡോക്യുമെന്ററി സംവിധായകനുള്ള പുരസ്കാരം ഉൾപ്പെടെ 4 അവാർഡുകൾ ജീവൻ ടിവിക്ക് ലഭിച്ചു. ഈ വർഷത്തെ ദൃശ്യമാധ്യമ ശ്രേഷ്ഠ പുരസ്കാരത്തിന് പ്രശസ്ത ചലച്ചിത്ര നടൻ ബാലചന്ദ്ര മേനോനെ തെരഞ്ഞെടുത്തു. ജോൺ എബ്രഹാമിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി സംവിധാനം ചെയ്ത ജീവൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ബ്രൈറ്റ് സാം റോബിൻസനാണ് മികച്ച ഡോക്യുമെന്ററി സംവിധായകനുള്ള അവാർഡ്. ശ്രീ ബ്രൈറ്റ് സാം റോബിൻസൺ സംവിധാനം ചെയ്ത് ജീവൻ ടിവി സംപ്രേഷണം ചെയ്യപ്പെട്ട ജോൺ എബ്രഹാം ഓർമ്മകളിലൂടെ എന്ന ഡോക്യുമെന്ററിക്കാണ് മികച്ച ഡോക്യുമെന്ററി സംവിധാനമുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. മികച്ച ആക്ഷേപഹാസ്യ പരിപാടിയുടെ അവതാരകനുള്ള അവാർഡ് ടിയർ ഗ്യാസ് എന്ന പ്രോഗ്രാമിലൂടെ ജീവൻ ടിവി ചീഫ് ഓഫ് പ്രോഗ്രാംസ് ആലപ്പി അഷ്റഫിന് ലഭിച്ചു. നവാഗത ടെലിഫിലിം സംവിധായകനുള്ള അവാർഡിന് ചെരുപ്പുകുത്തി എന്ന ഡോക്യുമെന്ററിയുടെ സംവിധായകൻ അസീൻ സേട്ടും നടനുള്ള അവാർഡിന് നാസർ ലത്തീഫും അർഹരായി. എറണാകുളം പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ATVA പ്രസിഡന്റ് റോയ് മണപ്പള്ളി, സെക്രട്ടറി സുനിൽ നാഥ്, ക്യാപ്റ്റൻ രാജു എന്നിവരാണ് അവാർഡ് പ്രഖ്യാപനം നടത്തിയത്. ഈ മാസം 15-ന് എറണാകുളം ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. കഴിഞ്ഞ സംസ്ഥാന അവാർഡിൽ ജീവന് 7 പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു. ജീവൻ ന്യൂസ്, കൊച്ചി. ഏഷ്യാനെറ്റിന് 6 അവാർഡുകളുണ്ട്. ജൂലൈ 15-ന് എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ കൊച്ചിയിൽ അറിയിച്ചു. വ്യൂവേഴ്സ് അസോസിയേഷന്റെ 10ാമത് ദിൻഷാസ് ദൃശ്യ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച ടെലിവിഷൻ ചർച്ചാ പരിപാടിക്കുള്ള അവാർഡ് കൈരളി TV MD ജോൺ ബ്രിട്ടാസിന് ലഭിച്ചു.